വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വിജ്ഞാപന തീയതി 10/10/2025. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 10/11/2025. വിജ്ഞാപനം കാറ്റഗറി നമ്പർ 31/2025. താഴെ പറയുന്ന സഹകരണ സംഘം അഥവാ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം നടത്തുന്നത്. നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകളാണ്. അപേക്ഷ സമർപ്പിക്കൽ: ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ www.cseb.kerala.gov.in അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കാറ്റഗറി നമ്പർ 31/2025. തസ്തികയുടെ പേര് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. വിദ്യാഭ്യാസ യോഗ്യത ക്വാളിഫിക്കേഷൻ MCA or BTech കമ്പ്യൂട്ടർ സയൻസ് or ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ or ഇൻഫർമേഷൻ ടെക്നോളജി. Experience: minimum working experience of 3 years as a system administrator or equivalent post in any recognized institution is desirable. ക്രമ നമ്പർ 1. പേരുക്കട സർവീസ് സഹകരണ ബാങ്ക്. ഒഴിവുടെ എണ്ണം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഒരു ഒഴിവ് ജനറൽ കാറ്റഗറിയാണ്. സ്കെയിൽ ഓഫ് പേ 26,580 മുതൽ 63,790 വരെ സ്കെയിൽ ഓഫ് പേ ആണ് വന്നിരിക്കുന്നത്. മട്ടാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ജനറൽ കാറ്റഗറി 24,731 മുതൽ 62,810 വരെ. പനങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 25,910 മുതൽ 62,500 വരെ. പയങ്ങാടി അർബൻ സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റർ ജനറൽ കാറ്റഗറിയാണ് 24,730 മുതൽ 62,810 വരെ. പ്രായപരിധി 1/1/2025 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് തികയാൻ പാടില്ലാത്തതും ആകുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ്. മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും
3 വർഷത്തെ ഇളവും, ഭിന്നശേഷിക്കാർക്ക് 40% ആയിക്കൂടെ ഉള്ളവർക്ക് 10 വർഷത്തെ ഇളവും, വിധവകൾക്ക് 5 വർഷം ഇളവും ലഭിക്കുന്നതാണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സംഘം അഥവാ ബാങ്കിന്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥിക്ക് അഭിമുഖത്തിന് പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിന്റെ പ്രകടനത്തിനുമാണ്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമുള്ള 18% GST കൂടി അടയ്ക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അഥവാ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർക്ക് ഉൾപ്പെടെ സഹകരണ ചട്ടം പ്രകാരം ഒരു സംഘം അഥവാ ബാങ്കിന് 150 രൂപയും തുടർന്നുള്ള ഒരു സംഘം ബാങ്കിന് 50 രൂപ വീതം അധികമായി അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു സംഘം അഥവാ ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഒരു സംഘം അഥവാ ബാങ്കിന് 50 രൂപ അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.kerala.cseb.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ വിജ്ഞാപനം വായിച്ചു നോക്കിയ ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല. വിദ്യാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാപനപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10/11/2025 ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് 10/11/2025 ആണ്. അവസാന തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രൊഫൈൽ വഴി അപേക്ഷിക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എഡിന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക. ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.